എന്റെ ജീവിതത്തിൽ തന്നെ മനുഷ്യന് അസാധ്യമായ ഒരു അത്ഭുതം പരിശുദ്ധ അമ്മ ജപമാലയിലൂടെ പ്രവർത്തിച്ചത് ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞങ്ങളുടെ തൃശ്ശൂരുള്ള കാൽവരി ആശ്രമത്തിൽ ഒരു അംഗമായി, ഒരു വൈദികനായി ജോലി ചെയ്യുന്ന സമയം ഒരു ദിവസം ഒരു പ്രേക്ഷിത സഹോദരി തന്റെ 18-19 വയസ്സുള്ള ഒരു മകളുമായി എന്നെ കാണാൻ വന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഈ പ്രേക്ഷിത പെട്ടെന്ന് ഇരുന്നിരുന്ന കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് എന്റെ 2 കൈകളും കൂട്ടി ചേർത്ത് പിടിച്ചിട്ട് വാവിട്ട് നിലവിളിക്കുന്ന പോലെ കരയാൻ തുടങ്ങി. ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്താണ് കാരണം? കരച്ചു നിർത്ത്, കാര്യമെന്താണെന്ന് പറ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഈ മകൾ തേങ്ങലടക്കിക്കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: അച്ഛാ, ഇനി ഞങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു അച്ഛാ. ഇങ്ങനെ ജീവിക്കുന്നതിൽ സന്തോഷമില്ലല്ലോ. എന്താ ദൈവം ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ കാര്യം ചോദിച്ചു. അച്ഛാ, എന്റെ മകൾക്ക് വയസ്സ് 19 പക്ഷെ ഇതുവരെ ആർത്തവം നടന്നിട്ടില്ല. പല ഡോക്ടർമാരെയും, പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റുകളെ പോലും പോയി കണ്ടു. കുറെ നാളുകളായി മരുന്ന് കഴിക്കുന്നു. ഇതുവരെ പീരീഡ്സ് തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം വിദഗ്ധമായ ഒരു പരിശോധനയ്ക്കായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്കാനിങ്ങിന് നിർദ്ദേശിച്ചു. റിസൾട്ട് കൈകളിൽ എടുത്തുകൊണ്ട് അദ്ദേഹം എന്നെയും ഭർത്താവിനെയും മുറിയിലേക്ക് വിളിപ്പിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ മകളെ ദയവായി വിവാഹം കഴിച്ചയപ്പിക്കരുത്. കാരണം ചോദിച്ചപ്പോൾ പറയുകയാണ്, മകൾക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല. വേവലാതിയോടുകൂടെ ചോദിച്ചു, എന്താണ് കാരണം? ഉടനെ പറയുകയാണ്, ഈ മകളുടെ ശരീരത്തിൽ ഫിലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു അവയവമില്ല. അണ്ഡാശയവും ഗർഭാശയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ട്യൂബ് ഇല്ലാത്തത് കൊണ്ട് അണ്ഡം ഗർഭാശയത്തിലേക്ക് എത്തുന്നില്ല. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് അവിടേക്ക് എത്തിപ്പെടാത്തത് കൊണ്ട് ഗർഭധാരണം നടക്കുകയില്ല. മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാർക്ക് മാത്രം വിവാഹം കഴിച്ചു കൊടുക്കാവൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ മടക്കി വിട്ടു. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു വച്ച ഈ ഡോക്ടറോട് ഈ സഹോദരിയും അവളുടെ ഭർത്താവും കൂടി ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഏതെങ്കിലും ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ഒരു ഓപ്പറേഷൻ നടത്തിയെങ്കിലും ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ല, അമേരിക്കയിലെങ്ങാനും ഉണ്ടോ എന്നെനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ മടക്കി അയച്ചു. ഞാൻ ആ 19 വയസ്സുള്ള കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരിയെ അടുത്തേക്ക് വിളിച്ച് ഞാൻ അവരോട് ചോദിച്ചത് ഇങ്ങനെയാണ്: മോളെ, നിനക്ക് 2 കണ്ണുണ്ടല്ലോ, ഈ കണ്ണ് തന്നത് ആരാ? അവള് പറഞ്ഞു, ഈശോ. നിനക്ക് 2 ചെവികളുണ്ടല്ലോ, കേൾവി ശക്തി ഉണ്ടല്ലോ, ഇത് തന്നത് ആരാ? ഈശോ. ശരീരത്തിലെ ഓരോ അവയവങ്ങള് ചോദിച്ചുകൊണ്ട് ഇതാര് തന്നു എന്ന് ചോദിച്ചപ്പോഴും എല്ലാത്തിനും ഈശോ എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടി ചോദിച്ചു: ഒരു ചെറിയ ട്യൂബിന്റെ കുറവല്ലേ ഉള്ളൂ, അതും ഈശോയ്ക്ക് തിരിച്ചു തന്നുകൂടെ? ഉടനെ നിരാശയോടെ ആ മകൾ പറഞ്ഞത് എങ്ങനെയാണ്: അച്ഛാ, അമേരിക്കയെ പോലും നടക്കുമെന്ന് സംശയ. എന്തോ മനസ്സിൽ തോന്നിയ ദൈവിക സന്ദേശം ആ മകളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു: നീ ഇന്നു മുതൽ ഒരു പ്രത്യേക പ്രാർത്ഥന തുടങ്ങുക. ഒരു സ്ത്രീ അമ്മയാകാൻ എടുക്കുന്ന 9 മാസം 10 ദിവസം നീ ജപമാല തുടങ്ങുക. 9 മാസം 10 ദിവസം ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുക: പരിശുദ്ധ അമ്മേ, എന്നെ ഒരു പൂർണ്ണ സ്ത്രീയാക്കി മാറ്റണമേ എന്ന്. എന്റെ ശരീരത്തിൽ ഇല്ലാതിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പറയുക: അമ്മേ, എന്നെ ഒരു പൂർണ്ണ സ്ത്രീയാക്കി മാറ്റുക എന്ന്. പ്രാർത്ഥന കഴിഞ്ഞ് ഈ മകളെ പറഞ്ഞു വിട്ടു. ഒരു 11 മാസം കഴിഞ്ഞപ്പോ ഈ അമ്മയും ആ മകളും കൂടി വീണ്ടും എന്നെ കാണാൻ വന്നു. എന്നെ കണ്ട നിമിഷം വീണ്ടും 2 കരങ്ങളും കൂട്ടിച്ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിറകണ്ണുകളോടെ ഇങ്ങനെ കരയാൻ തുടങ്ങി: അച്ഛാ, സംഭവിച്ചു അച്ഛാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ സംഭവിച്ച കാര്യം എന്താന്ന് പറ. ഉടനെ ആ അമ്മച്ചി പറയുകയാണ്, കൈകളിൽ അടുത്ത സ്കാനിങ്ങിന്റെ റിപ്പോർട്ടുമായിട്ട് പറഞ്ഞത് എങ്ങനെയാണ്: 3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ മകൾക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. പ്രാഥമിക പരിശോധന കഴിഞ്ഞപ്പോ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് സാക്ഷ്യപ്പെടുത്തി, ഇത് നോർമൽ ആർത്തവമാണ്, ബ്ലീഡിംഗ് ആണ്, അതുകൊണ്ട് പേടിക്കേണ്ട. ഉടനെ അപ്പനും അമ്മയും ഇങ്ങനെയാ പറഞ്ഞത്: ഇവൾക്ക് ഒരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. കാരണം
ഫിലോപ്പിയൻ ട്യൂബ് ഇല്ല, അതുകൊണ്ട് ബ്ലീഡിംഗ് നടക്കില്ല. ഇത് എങ്ങനെ സംഭവിക്കും? ഇത് വേറെ പല കാരണമായിരിക്കും, ഇന്റേണൽ ഇഞ്ചുറി ആയിരിക്കും, ആന്തരിക സ്രാവമായിരിക്കാം, ദയവായിട്ട് ഒന്നും കൂടി ശ്രദ്ധിക്കുക, നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു സ്കാനിങ്ങിന് പെട്ടെന്ന് നിർദ്ദേശിച്ചു. സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ ഡോക്ടർ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ അമേരിക്കയിലെങ്ങാനും പോയിരുന്നോ സർജറി നടത്താൻ? അവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞില്ല, ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ എങ്ങനെ നിന്റെ ശരീരത്തിൽ ഉണ്ടാകാതിരുന്ന ഈ അവയവം, ഈ ട്യൂബ് ഇന്നിപ്പോൾ ശരീരത്തിലുണ്ട്? ആ മകൾ അന്നവിടെ സാക്ഷ്യപ്പെടുത്തി, എന്റെ ശരീരത്തിൽ ഇല്ലാതിരുന്ന ഫിലോപ്പിയൻ ട്യൂബ് എനിക്ക് പരിശുദ്ധ അമ്മ തിരിച്ചു തന്നു. 9 മാസം 10 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും, നിന്റെ ജീവിതത്തിലെ തകർച്ചകൾക്കും, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഏത് തകർച്ചകൾ, നിരാശകൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, ഉറപ്പാണ് അമ്മ ചോദിച്ചാൽ പുത്രൻ നിരസിക്കില്ല. അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഒരിക്കലും ഉത്തരം നൽകാത്ത ദൈവമല്ല. കാരണം ഒരു പുത്രന്റെ അവകാശം അമ്മ എപ്പോഴും ആവശ്യപ്പെടും. യേശുവിന്റെ മുൻപിൽ അമ്മ അധികാരത്തോടെ പറയും, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ ചെയ്തു കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോ ഈശോയ്ക്ക് നിരസിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും തിരിച്ചറിയുക, നീ ജപമാല കൈകളിൽ എടുക്കുമ്പോൾ നിന്റെ മനസ്സിലേക്ക് വരേണ്ടത്, നീ സഭയോടൊത്ത് പ്രാർത്ഥിക്കുകയാണ്, സഭയുടെ കൂട്ടായ്മയിൽ നീ പങ്കുചേരുകയാണ്. പിശാചിനെതിരെ വലിയൊരു ആയുധമാണ് നിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത്. പിശാചിനെതിരെ സംരക്ഷണം നൽകുന്ന നിന്റെ കഴുത്തിൽ ധരിക്കുന്നത് നീ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലും സംരക്ഷണവുമാണെന്ന് തിരിച്ചറിയുക. അമ്മ നിന്റെ കൂടെയുണ്ടാകും. ഇനിയും നീ പാപത്തിന്റെ അശുദ്ധിയില്ല. പ്രത്യേകിച്ച് പല ചെറുപ്പക്കാരും പറയാറുണ്ട്, സ്വയം ഭോഗം, രതിവൈകൃതങ്ങള്, ലൈംഗികമായ പാപങ്ങളിൽ ഏർപ്പെട്ട നിമിഷം മുതൽ ജപമാല കൈകളെടുക്കാൻ പറ്റുന്നില്ലെന്ന്. അത് തന്നെയാണ് കാര്യം. ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞവളെ നീ അശുദ്ധിയിൽ കരങ്ങളിലെടുക്കാൻ പറ്റില്ല. നീ പാപത്തിന്റെ വഴികൾ തിരുത്താതെ, അശുദ്ധിയിൽ നിന്ന് മാറാതെ നിനക്ക് എളുപ്പമല്ല. അതുകൊണ്ട് അമ്മ പറയുകയാണ്, പാപമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിനക്ക് മാറണമോ, ജപമാല കരങ്ങളിലെടുക്കൂ. നിന്റെ പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ വലിയ ശക്തിയും ധൈര്യവുമായി അമ്മ കൂടെ വരും. ഇനിയെങ്കിലും ജപമാല കരങ്ങളിലെടുക്കുമ്പോൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക, അമ്മ നിന്റെ കൂടെയുണ്ട്. നിന്റെ മുൻപിൽ ഗബ്രിയേൽ ദൂതന്റെ മുൻപിൽ, എലിസബത്തിന്റെ മുമ്പിൽ എങ്ങനെ നിന്നോ അതേ അവസ്ഥയിൽ കരങ്ങൾ കൂപ്പി ഭക്തിയോടെ അവർ പറഞ്ഞ വാക്കുകൾ നീ ആവർത്തിക്കുമ്പോൾ അത് കേൾക്കാൻ കാതോർത്തു നിൽക്കുന്ന അമ്മയെ മറക്കരുത്. ആ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകുവാനും പ്രലോഭനങ്ങൾ ചെറുക്കുവാനും വലിയ ശക്തി നൽകും എന്നുള്ള വലിയ വിശ്വാസം നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഭക്തിയിലും കത്തോലിക്ക വിശ്വാസത്തിലും നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും വളരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു.